ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിന് കളമൊരുക്കിയത് ഉദ്യോഗസ്ഥ അട്ടിമറി. ബോർഡ് തീരുമാനം അട്ടിമറിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ശില്പങ്ങൾ കൊടുത്തയച്ചത്. ഇതിന് പിന്നിൽ ദേവസ്വം സെക്രട്ടറിയുടെ ഇടപെടലാണെന്ന് വിജിലൻസ് റിപ്പോർട്ട്. തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ശില്പങ്ങൾ കൊണ്ടുപോകാനായിരുന്നു ബോർഡ് തീരുമാനം. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവാണ് അട്ടിമറിക്ക് പിന്നിലെന്നും സൂചന. അഞ്ജു ജയപ്രകാശ് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നുണ്ട്. അഞ്ജു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വലിയ കൊള്ളയ്ക്ക് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു വലിയ തട്ടിപ്പിന് പിന്നിൽ ഉദ്യോഗസ്ഥരാണെന്നുള്ള നിർണായകമായ കണ്ടെത്തലിലേക്ക് വിജിലൻസ് എത്തുകയാണ്. സേതു, വിജിലൻസിന്റെ കണ്ടെത്തലിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ ഈ അട്ടിമറിക്കും ഈ തട്ടിപ്പിനുമൊക്കെ വഴിയൊരുക്കിയത് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിൽ മുരാരി ബാബു, അട്ടിമറിക്ക് പിന്നിൽ മുരാരി ബാബു ആണെന്ന സൂചനകൾ കൂടി വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടപ്പെടുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഇതിനൊക്കെ കളമൊരുക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെ കൊടുത്തയച്ച സംഭവത്തിൽ അതിൽ ഒരു അട്ടിമറിയുണ്ട്. അതിൽ ബോർഡ് തീരുമാനം അട്ടിമറിച്ചാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ പിന്നിൽ ദേവസ്വം സെക്രട്ടറിയുടെ ഇടപെടലുണ്ടെന്നുള്ള നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ അത് വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഈ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ശില്പങ്ങൾ കൊണ്ടുപോകാനായിരുന്നു നേരത്തെ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ അങ്ങനെ അല്ല എന്നൊരു തീരുമാനം നടപ്പാക്കിയത് ഈ ബോർഡിന്റെ തീരുമാനം അട്ടിമറിച്ചുകൊണ്ട് സെക്രട്ടറിയാണ് എന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഈ കൊള്ളയ്ക്കും ഈ അട്ടിമറിക്കുമൊക്കെ വഴിയൊരുക്കിയത് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസെടുപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയും മറ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളെ കൂട്ടുപ്രതിയാക്കി 9 പേരടങ്ങുന്നവരെ കൂട്ടുപ്രതികളാക്കിയും FIR രജിസ്റ്റർ ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം നടത്തുന്നത്. എന്തായാലും റിപ്പോർട്ട് ഇപ്പോൾ പറഞ്ഞിരുന്നത് പോലെ കോടതി സംശയം പ്രകടിപ്പിച്ചതുപോലെ ശബരിമലയിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിരുന്നു എന്നാണ്. അപ്പം ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അന്നത്തെ ഉദ്യോഗസ്ഥ ലോബിയാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ കൂടിയല്ലേ ഇത്? അതെ സേതു, അതായത് ഈ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ, എന്താണ് ഗൂഢാലോചന എന്നതൊക്കെ SIT ടീം ഇനിയിപ്പോൾ കൂടുതലായിട്ട് പുറത്തേക്ക് വരും. അതിനു മുമ്പ് ആദ്യ അന്വേഷണം നടത്തിയിട്ടുള്ള ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണ് നമുക്ക് മുമ്പിലുള്ളത്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുകയാണ് ശബരിമലയിൽ ഇത്തരത്തിലൊരു കൊള്ള നടത്തിയിരിക്കുകയാണ്. ആ കൊള്ളയ്ക്ക് പിന്നിൽ ഒരു ഉദ്യോഗസ്ഥ ലോബി പ്രവർത്തിച്ചിരിക്കുന്നു. ആ ലോബി പ്രവർത്തിച്ചത് ഇങ്ങനെയാണ്, ഇത്തരത്തിലാണെന്നുള്ള കണ്ടെത്തൽ ഉണ്ടാകുന്നു. അതിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ള കൊള്ളകൾ ആണ്, അട്ടിമറികളാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്ന പോലെ അവിടെ ഇനി എന്തുണ്ട് ബാക്കി എന്നുള്ള കാര്യം കൂടി ഉന്നയിക്കപ്പെടുമ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് നടപ്പാക്കിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെ എന്തൊക്കെ കാര്യങ്ങൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിൽ പ്രധാനമായിട്ട് മുരാരി ബാബുവിന്റെ പേര് എടുത്തുവെച്ച് പറയുന്നുണ്ടെങ്കിൽ, ദേവസ്വം സെക്രട്ടറിയുടെ പേര് എടുത്തുവെച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരും. കൂടുതൽ ആളുകളിലേക്കായി അന്വേഷണം നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് പ്രതിപട്ടികയും ഒപ്പം തന്നെ വകുപ്പുകളും ചുമത്താൻ വേണ്ടി SIT തയ്യാറെടുക്കുന്നത്. അതിനിടയിൽ ഈ റിപ്പോർട്ടിലെ ഇത്തരം ഉദ്യോഗസ്ഥരുടെ അട്ടിമറി കൂടി വരുമ്പോൾ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് പ്രതിപട്ടികയിൽ 2, 3, 4 സ്ഥാനത്തേക്ക് വരിക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കണ്ടെത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഈ സ്മാർട്ട് ക്രിയേഷൻ ഉടമ കൃത്യമായിട്ട് മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില മൊഴികൾ കൂടി ഈ കേസിൽ പ്രധാനപ്പെട്ടതായിട്ട് മാറുകയാണ്. നേരത്തെ അഴിമതി നിരോധന വകുപ്പ് കൂടി ഇതിൽ ചുമത്തപ്പെടും എന്നത് കൂടി, നിരോധന നിയമപ്രകാരമുള്ള വകുപ്പ് കൂടി ഈ കേസിൽ ചേർക്കാൻ വേണ്ടി DIG നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കൂടുതൽ നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് DGP നൽകുന്നത്. എന്തായാലും SITയുടെ FIR ഇന്ന് രജിസ്റ്റർ ആവുന്നതോടുകൂടി ഈ ഉദ്യോഗസ്ഥ അട്ടിമറിയിലെ കൂടി വിവരങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല സേതു. ഓക്കെ അഞ്ജു, ശരി. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തുമാത്രം വലിയ ക്രമക്കേടിന്റെ വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പോൾ അഞ്ജു പറഞ്ഞത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങളാണ്. ശബരിമലയിലെ ഈ സ്വർണ്ണ മോഷണത്തിന് നമുക്കറിയാം, നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. 98-ൽ ഈ സ്വർണം പൂശിയ ശില്പം പിന്നീട് 2019 അത് മാറുന്ന ഘട്ടത്തിൽ അതിൽ വന്നിരിക്കുന്ന സ്വർണത്തിന്റെ അളവിലെ കുറവ്, അത് മാത്രമോ ആ ചെമ്പ്
കൊമ്പ് പോലും വിറ്റിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ വരുന്നു, മൊഴികൾ വരുന്നു. അപ്പോൾ അത്രയും വലിയൊരു ക്രമക്കേട്, ഒരു ഗുരുതരമായ ക്രിമിനൽ കുറ്റം അവിടെ നടന്നിട്ടുണ്ട്. അതിനൊക്കെയും പിന്നിൽ അന്നത്തെ ജീവനക്കാരായിരുന്നു, അവിടെ ഒരു ഉദ്യോഗസ്ഥ അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ള നിർണായകമായ കണ്ടെത്തൽ കൂടി വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് അഞ്ജു ജയപ്രകാശ്. ഇന്നിപ്പോൾ SIT ഈ അന്വേഷണമൊക്കെ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഇതിലൊക്കെയാകും പ്രധാനമായിട്ടും പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തുക. മുരാരി ബാബുവിനെ പോലെ 9 പേർ കൂടി ഇതിൽ പങ്കുണ്ടെന്നാണ് അറിയുന്ന വിവരം. ഇവരെയും കൂടി ഇതിൽ പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ് വിവരം. അപ്പോൾ നോക്കാം പോകെ പോകെ ഈ കേസിൽ ആരൊക്കെയാണ് ഈ പ്രതിസ്ഥാനത്തേക്ക് വരിക, അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ വേഗം തന്നെ അത് മറനീങ്ങി പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും. മാത്രമല്ല ഇന്നിപ്പം സംസ്ഥാനത്തൊട്ടാകെ തന്നെ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്ന ദിവസമാണ് UDFന്റെ ഒക്കെയും നേതൃത്വത്തിൽ. അപ്പോൾ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് ശബരിമല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്ന് ശബരിമല